കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് എ. ജയശങ്കർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പശ്ചിമ ബംഗാളിലെ അവസ്ഥയാണ് CPM-ന് കേരളത്തിൽ വരാൻ പോകുന്നതെന്നും അവിടെ എല്ലാവരും BJP-യിൽ ചേരുകയും CPM ഓഫീസുകൾ BJP ഓഫീസുകളായി മാറുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതാണ് ഇവിടെയും CPM-ന്റെ ഗതി. ആശാ വർക്കർമാരുടെ സമരം തീർക്കാതിരിക്കുന്നത് LDF അജണ്ടയുടെ ഭാഗമല്ലെന്നും മറിച്ച് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ അജണ്ടയുടെ ഭാഗമാണെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും സമരം തീർക്കണമെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയോട് പറയാൻ ധൈര്യമില്ലെന്നും ഇതാണ് എല്ലാ കാര്യത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘാടക സമിതിയുടെ ജനറൽ സെക്രട്ടറി TP സുധീർ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ C ശ്രീദേവി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹാജി ഹുസൈൻ വാഖഫി, SP രവി, പ്രൊഫസർ കുസുമം ജോസഫ്, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, VO പൈലപ്പൻ, ഷോൺ പെല്ലിശ്ശേരി, OS ചന്ദ്രൻ, IA അബ്ദുൽ മജീദ്, ജോൺ മുണ്ടൻമാണി, വർഗീസ് കണ്ടംകുളത്തി, A സാബിറ, ജോയ് വടക്കുംപാടൻ, ഡോക്ടർ ബാബു PS, ടെസി സുന്ദരൻ, തുമ്പൂർ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, വിവിധ തൊഴിലാളി സംഘടനാ പ്രവർത്തകർ, കലാ സാംസ്കാരിക പ്രവർത്തകർ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആശാവർക്കർമാർ, അവരുടെ കുടുംബങ്ങൾ, യൂത്ത് കോൺഗ്രസ്, KSU അടക്കമുള്ള വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ, മഹിളാ കോൺഗ്രസ് അടക്കമുള്ള വനിതാ സംഘടനകൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയിലും ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കാൻ സമരവേദിയിൽ എത്തിച്ചേർന്നു. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ M.A. ബിന്ദു നന്ദി പറഞ്ഞു. ഇത് 1998 ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ അന്ന് ആരംഭിച്ച ഒരു അപചയം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കൈരളി ചാനലിന് പണം പിരിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവിടെയുള്ള ഈ മുതലാളിമാരുടെ ആതിഥ്യം സ്വീകരിച്ച് 7 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപചയം. യാതൊരു സംശയം നമ്മൾ താത്വിക വിശകലനം നടത്തേണ്ട സമയമാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ സെക്രട്ടറി അല്ല ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്, മറിച്ച് അവർ ഇന്ന് സമരവിരുദ്ധരാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മുടെ സമരത്തെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 31ാമത്തെ ദിവസമാണ് ഈ സമരത്തെ സംബന്ധിച്ച് ഒരു വാക്ക് ഉച്ചരിക്കാൻ തയ്യാറായത്. അത് സ്വമേധയാ അല്ല, ഒരു ചാനൽ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ചെന്ന് ഈ സമരത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്.